ഞാനിന്ന് 1 കിലോ ബീഫ് വരട്ടുന്നതിൻ്റെ റെസിപ്പിയാണ് പറയുന്നത്. 1 കിലോ ബീഫ് കഴുകി വാരിയത് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു 10 വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചതച്ചതിൻ്റെ പകുതി ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് 2 സ്റ്റേജായിട്ടാണ് ചെയ്യുന്നത്, അപ്പം പകുതി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. സവോളയുടെ അതുപോലെ കുറച്ച് ഒരു വലിയ സവോളയാണിത്, അതിട്ട് കൊടുക്കുക. കറിവേപ്പില, തേങ്ങാക്കൊത്ത്, ഒരിത്രയും തേങ്ങാക്കൊത്തും അതൊക്കെ ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് മുളക് പൊടി ഒരു 1.5 ടീസ്പൂണിനെക്കാട്ടിയും വലിയത്, ടേബിൾ സ്പൂണിൻ്റെ അത്രയില്ല, അതൊരു 1.5 സ്പൂണ്. പിന്നെ മല്ലിപ്പൊടിയും അതുപോലെ ഒരു 1.5 സ്പൂണ്. പിന്നെ ഉപ്പ് പാകത്തിന്, പിന്നെ കുരുമുളക് ഒരു ടീസ്പൂൺ ഇടാം കുരുമുളക്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. പിന്നെ ഗരം മസാല അതും ഒരു 1/4 ടീസ്പൂൺ മതി ഇപ്പം, കാരണം അടുത്തതിനും നമ്മൾ ഇടുന്നുണ്ട്, ഇത് വെന്ത് കഴിഞ്ഞിട്ട് ഇതാക്കാൻ. പിന്നെ ഇതിലേക്ക് എളുപ്പം വെന്ത് കിട്ടാൻ വേണ്ടി ഒരു ടേബിൾ സ്പൂൺ, ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതും കൂടി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൈ കൊണ്ട് നല്ലപോലെ തിരുമ്മി യോജിപ്പിച്ച്, വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. മുളക് പൊടിയൊക്കെ കുറവാണെങ്കിൽ നമുക്ക് അടുത്തതിന് ഇട്ട് കൊടുക്കാം. ഇത് വരട്ടുമ്പോഴത്തേക്ക് വെന്ത് കഴിഞ്ഞ് വരട്ടുമ്പോഴത്തേക്ക് ഇട്ട് കൊടുത്താലും മതി. ശേഷം ഇത് മൂടി വെച്ച നമുക്ക് വേവിക്കാം. ഇനി ഇറച്ചി അങ്ങ് വേകട്ടെ, എന്നിട്ട് ബാക്കി. നമ്മുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ടാകും, നോക്കാം. നോക്കട്ടെ. അപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചില്ല, നല്ലപോലെ വെള്ളമുണ്ട്, ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്കിട്ട് വരട്ടിയെടുക്കാൻ. അതിന് വേണ്ടി പാത്രം വെക്കാം. പാത്രം വെച്ചു. പാത്രം ചൂടായി വന്നപ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാതെ മതി. ഒരു ടീസ്പൂൺ പെരുംജീരകം, പൊട്ടിക്കഴിയുമ്പോൾ കറിവേപ്പില, പിന്നെ നേരത്തെ ബാക്കി വെച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ച്, ഒന്ന് ഇതായി കഴിയുമ്പോഴത്തേക്ക്, പച്ചമണം മാറുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അതില്ലാത്തതുകൊണ്ട് ഞാൻ
ഇതാണ് ചേർക്കുന്നത്. കുറച്ച് സവോളയും കൂടി ഇട്ട് കൊടുത്തു. ഇത്ര ആയാൽ മതിയായിരിക്കും. മുട്ട ഒന്ന് വഴന്ന് ഇതായാൽ മതി. കണ്ടമാനമൊന്നും അത് നോക്കണ്ട. അത് കഴിയുമ്പോൾ തീ ഒന്ന് കുറച്ചേച്ച് നമ്മൾ മീറ്റ് മസാല ഇട്ട് കൊടുത്തില്ലായിരുന്നു. അപ്പോൾ കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ഒരു ടീസ്പൂണ്, പിന്നെ കുറച്ച് ഗരം മസാല അതും കൂടി ഇട്ട് കൊടുത്തേച്ച് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ച ബീഫും കൂടി ഇട്ട് കൊടുക്കാം. എന്തോരം ചാറ് അത് ഇട്ട് കൊടുത്തു. ഇനി ഇച്ചിരി തീ കൂട്ടി വെച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. എരിവ് കുറവുള്ളവർക്ക് കുറച്ചും കൂടെ കുരുമുളക് പൊടിയോ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇച്ചിരി മുളക് പൊടിയാണെങ്കിൽ ഇനി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. വരണ്ട് വരുമ്പോഴത്തേക്ക് പച്ചച്ചവയൊക്കെ മാറിക്കോളും. എരിവ് പോരെന്ന് തോന്നുവാണെങ്കിൽ മാത്രം. ഇനി അതങ്ങ് വരണ്ട് വരട്ടെ. വെള്ളം വറ്റി വരണം. ഇച്ചിരി തീ കൂട്ടി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബീഫ് ഇതുപോലെ വെള്ളം വറ്റി ഞാൻ 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇത്രയും വെള്ളം വറ്റി ഇനിയും വറ്റാനുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഒരു 2 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ഇപ്പം നോക്കണം. അല്ലെങ്കിൽ ഇച്ചിരി ഇട്ട് കൊടുക്കുക. ഞാൻ നോക്കിയതിന് കറക്റ്റാണ്. ഉപ്പൊക്കെ കറക്റ്റാണ്. എരിവും കറക്റ്റ്. ഇനി ഇച്ചിരിയും കൂടെ ഒന്ന് വെള്ളം വറ്റി വരണ്ട് വന്നാൽ നമ്മുടെ ബീഫ് റെഡിയാവും. ഈ പരുവത്തിലെടുക്കേണ്ടവർക്ക് എടുത്ത് കഴിക്കാൻ കേട്ടോ. പിന്നെ വരട്ടിയതാകുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടെ ഒരു ഡ്രൈ ആയിട്ട് വരണമല്ലോ. അതിന് വരട്ടിയെടുക്കാം. ഇതിൽ ഇങ്ങനെയും കഴിക്കാൻ നല്ലതാണ്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് അടി പിടിക്കാതെ നോക്കണം. വറ്റി വരുന്നുണ്ട്. വെള്ളമൊക്കെ നല്ലപോലെ വറ്റി തുടങ്ങി. കുറച്ചും കൂടെ ഇടണം. ഏകദേശം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒത്തിരി കറുത്ത കളറിലൊക്കെ വേണമെങ്കിൽ ഇത് നമ്മളിപ്പോൾ ഉപയോഗിച്ച് പിന്നെ 1-2 പ്രാവശ്യം ഒന്ന് ചൂടാക്കുമ്പോഴത്തേക്ക് നല്ല കറുപ്പായിട്ട് വരും. വേണമെങ്കിൽ ഇച്ചിരി എണ്ണയും കൂടെ ഒക്കെ ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി എണ്ണ ചേർക്കേണ്ട ഇഷ്ടം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇവിടെ.